ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ. അപ്പൊ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരം വൈകി തോന്നുന്നുണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കണത് അറിയോ ബട്ടർ ചിക്കൻ? സർപ്രൈസ് ഉണ്ടെന്നാ. മൈക്ക് നമ്മള് മേടിച്ചതാ. അവര് മേടിച്ചത് ശരിക്ക് അവിത്തന്നെ എന്താ ചോദിച്ചേ? അല്ല ഇത് അടക്കള കൂടെ സംസാരിക്കാൻ കേൾക്കും കുഴപ്പമില്ല. വീഡിയോ ആളില്ലെങ്കിലും അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്കത് ശ്രദ്ധയോട് കൂടിയിട്ട് ഡീസന്റ് ആവും. സെറ്റ് മൈക്കൊക്കെ ആയിട്ട് ഞങ്ങളിനി ഇതിട്ടിട്ട് നമുക്ക് അടുത്ത സെറ്റിൽ ഇതിലേക്ക് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ബട്ടർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണത്, ഒരു വെറൈറ്റിക്ക്. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ നല്ലടാ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പെട്ടെന്ന് നിന്റെ തീരുമാനം ഷവർമയിലേക്ക്. ആണോ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബട്ടർ ചിക്കൻ ഷവർമ ആയാലോ? എനിക്ക് ബട്ടർ ചിക്കൻ ഷവർമ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമുണ്ടോ? നീ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നമ്മളിന്നപ്പോൾ ബട്ടർ ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളുണ്ടാക്കും, എന്താ ഉണ്ടാക്കി നമ്മളപ്പോൾ സെറ്റാക്കും. ഓക്കെ അല്ലേ? സെറ്റ്. ബട്ടർ ചിക്കനിലേക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്കൊരു തിക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ നമുക്കതിലൊരു 2 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിന്നിവിടെ കേർഡാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 സ്പൂൺ കേർഡ് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നമുക്ക് ആവശ്യമുള്ള ഒരു ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കറിയുടെ ഒരു കട്ടിങ് പീസ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, ഈ മസാല നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണ ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കി എടുക്കണ നേരം കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, ഈ സംഭവം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ആയിട്ട് കിട്ടും. വൈബ് തന്ത അന്ന് എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? വൈബ് തന്തയ്ക്ക് ഇന്ന് മറ്റേ ചുമ, നീരുവീഴ്ച തുടങ്ങിയ ഛർദിയും വയറിളക്കം ഒഴിച്ച് ബാക്കി എല്ലാം ഉള്ളത് കൊണ്ട് തന്ത സൈഡായി, ബീം ബാഗിൽ വന്ന് കിടപ്പായി. ഇങ്ങനെ ആ പുല്ല കടുവ പാവം തോന്നട്ടാ, സൈഡായിട്ട് ഇങ്ങനെ നിൽക്ക. പാവം കുട്ടി തളർന്ന്. 1 2 3. അപ്പം നമ്മൾ എന്തിനാ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലാദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സബോള. അതായത് ഇതിനൊക്കെയാണ് നമുക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റണത്. ഒരു 3 സബോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7 തക്കാളി, ഇന്നൊരു ശർക്കര പോലും വെള്ളം വരാത്തല്ലേ വരുന്നുണ്ടാ. അങ്ങനെ പറഞ്ഞപ്പോ കണ്ണീന്ന് കുറച്ച് വെള്ളം വരണ്ടല്ലോടാ. അയ്യോ കണ്ണീന്നിട്ട് വല്ല നല്ല മനസ്സിന്റെ അല്ലാട്ടാ വെള്ളം വരാത്ത ഞാൻ മാറ്റി. നല്ല മനസ്സുള്ളവർക്ക് കണ്ണിൽ നിറച്ച് വെള്ളം വരും. അങ്ങനെയാക്കി നീ ഇതെടുക്കണ്ട. അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് മാമ അത് കിട്ടിയില്ലേട്ടാ മുറിക്കണത് അരിയണത്. അത് സൗണ്ട് വേണം, ടക്ക് തന്നെ സൗണ്ട് വേണം. അരിയണത് ഇട്ടണം, എന്നിട്ട് മേലോടത്ത് പോയി നിൽക്കും. കുറച്ച് പോയി. ഇതൊന്നും പെടുത്തരിക്കട്ടാ.
ഒരെണ്ണം തെറിച്ച് പോയി. അത് കറക്റ്റ് 4 ഉണ്ടായി. നടു ഇങ്ങനെ മുറിച്ച ഒരു 4 പച്ചമുളക്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതൊക്കെ ഒന്ന് ഒരു ഗ്രേവി ആക്കാനുള്ള രീതിക്ക് ചട്ടിയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഇത് ഇത്രയും പോകുന്നൊരു കഷ്ണം ബട്ടർ ഇടാണ്. ബട്ടർ ഇട്ടിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ഫുൾ സംഭവം കുക്ക് ചെയ്യണത്. ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തേക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളെല്ലാം വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പോലെ എല്ലാത്തിലും ഉപ്പിട്ട് പോകും. ബട്ടറിലത്തെ ഉപ്പിനെ പറ്റി നമ്മൾ അത്ര ഓർക്കില്ല. അപ്പോൾ നമ്മുടെ കറി മൊത്തത്തിൽ ഉപ്പ് കൂടിയ ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോക്കാം. ഒനിയൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 4 പച്ചമുളക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ആഡ് ചെയ്യണേ. അടുത്തതായി നമുക്കിതിൽ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. നമുക്കിതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇടാം. അടുത്തായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അടുത്തായി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഗരം മസാല. അടുത്തതായി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 6 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ തക്കാളി നന്നായി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഇവിടെ നമ്മൾ നേരത്തെ വെച്ച തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാതും നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാതും സബോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാഷ്യൂസ് എല്ലാം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സംഭവം ഒന്ന് പാത്രത്തിലേക്ക് ഒന്ന് പകർത്താം. പറ്റുന്നില്ല, ഇത് ഇതിലേക്ക് പകർത്ത. നീ കളയണ്ട, പകർത്തോ. ഊവ ചോട്ടാ, കിട്ടി പോയി പകർത്തി. എന്താ കുറച്ചൊക്കെ പോവാം. രാഹുലിന് കളയുന്നുണ്ടെങ്കിൽ എനിക്കും കളയാം. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നേരെ ഫാൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കാം. കുറച്ച് ബട്ടർ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ഓരോ പീസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബട്ടറിലിട്ടിട്ടാണ് നമ്മളിത് മൊത്തം ചിക്കനും ഫ്രൈ ചെയ്യണത്. അപ്പം നമ്മുടെ ചിക്കൻ നല്ല രീതിക്ക് 2 പുറം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചീഞ്ചട്ടിയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പം നമ്മുടെ രണ്ടാമത് ഇട്ടിട്ടുള്ള ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളതിങ്ങനെ വറുത്ത് മാറ്റാം. അപ്പം നേരത്തെ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സംഭവം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഗ്രേവി നമ്മൾ ഈ പാനിലോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ഒഴിക്കാം നമുക്ക്. ബട്ടർ ചിക്കൻ എന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനത്തിന് നേരെ ബട്ടർ ചിക്കൻ ഷവർമ റോളാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ രാഹുൽ. ഇന്നലെ സ്വപ്നം കണ്ടു ഷവർമ കടിച്ചു പിടിച്ച് കിടക്കണത്.
അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഷവർമ്മയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ കട്ട് ചെയ്ത് സെറ്റാക്കാം. പിന്നെ നമ്മുടെ ചാനൽ നന്നായിട്ട് മൂവ് ആവാൻ വേണ്ടി നമ്മൾ ഞങ്ങളുടെ ശ്രീകുട്ടൻ പൊതുവാളിനെ കൊടുത്തിട്ടുണ്ട്. അവനാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലേ. തിന്നണേക്കാട്ടിലും മുന്നേ ശ്രീകുട്ടൻ നന്നായിന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും, കത്തി കട്ടിയിട്ട് പറയിപ്പിക്കും. അടുത്ത വീഡിയോയിൽ ശ്രീകുട്ടൻ വരാത്ത പോലെ ഞങ്ങളാക്കും. അത് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ടേസ്റ്റൊക്കെ ആൾക്കാർ കൂടുന്തോറേ എനിക്കധികം തിന്നാനും പറ്റില്ല, അധികം വണ്ണം വയ്ക്കാനും പറ്റില്ല. എനിക്ക് ഫീലാവും, ഭയങ്കരമായിട്ട് ഫീലാവും. എൻ്റെ ഉദ്ദേശം എന്തിട്ടാ, യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഫുഡ് ഉണ്ടാക്കുക, ചടച്ചിരിക്കണം എൻ്റെ ശരീരം ഒന്ന് വീർപ്പിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഷവർമയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. ബട്ടർ ചിക്കനിന് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഗ്രേവി എടുത്തിട്ട് ഇതിൽ കുറച്ച് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ആദ്യം കുറച്ച് മയോണൈസ് ഇടുക അതിലേക്ക്. അടുത്തത് കുറച്ച് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ആഡ് ചെയ്യാം. കുറച്ച് ചിക്കൻ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇനി അരിഞ്ഞിട്ട് സബോളയും പച്ചമുളകും ഇതിൻ്റെ മുകളിലിടാം. കുറച്ചുകൂടി മയോണൈസ് ഇടാം. ഇനി നമുക്കിത് റോൾ ചെയ്തിട്ട് ഷവർമയാക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഷവർമ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമുക്കിതൊന്നും ഒരിച്ചെടുക്കാം. മക്കളെ, മ്യാമന്റെ മക്കള് ഒന്ന് വരിക, ഇങ്ങോട്ട് വരിക. ശ്രീകുട്ടനും തുമ്പിയെ പോലെയുള്ള തുമ്പിയും ഭീമനെ പോലെയുള്ള രാഹുലും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള എന്തിട്ടാ ഇതിന്റെ പേര്, ബട്ടർ ചിക്കൻ ഷവർമ റോൾ അല്ലേ? മിച്ചതിനോട് ഞാൻ പറഞ്ഞിട്ട പേരിന്റെ ലെങ്ത് ഇതിന് കുറയ്ക്കണം എന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബട്ടർ ചിക്കൻ ഷവർമ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് പേര് കൂടുതലുണ്ട്. നമ്മുടെ തുമ്പി, നമ്മുടെ ശ്രീകുട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ രാഹുലിനെ എന്നെ വിളിക്കുള്ളൂ. രാഹുലെ മോനെ, മേമര മോനെ, ഐശ്വര്യം, നീ പറഞ്ഞിട്ടോ ഞാൻ അത് ഉണ്ടാക്കിയേ. നീയാണ് ആദ്യം നിന്നുണ്ടേ. അത് കഴിഞ്ഞ തുമ്പി വയോ, തുമ്പി വായോ, കാലത്തെ ചോദിച്ച സാധനം, കമാൺ തുമ്പിക്കുട്ടി, നമ്മുടെ ശ്രീകുട്ടൻ. ആ പിന്നെന്താ ഇടുക്കേ പറഞ്ഞോ. അയ്യോ അവന് ചെറുത് മതിന്ന് പൊന്തിടില്ലാട്ട. തുമ്പിയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കയ്യെങ്കിലും മതി. ഒന്നും ഉണ്ടാക്കാനോടാ, എന്നും ഉണ്ടാക്കുന്നത്. എങ്ങനെയാ ശ്രീകുട്ട? സൂപ്പർ, അടിപൊളി. ഓ എന്റെ രാഹുലിന്റെ. അപ്പൊ ഇന്ന് നമ്മുടെ ബട്ടർ ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമന്റ് സെക്ഷനിൽ പ്രത്യേകം പറയാ, നന്നായി കമന്റ് ചെയ്യാ. കമന്റ്സ് ഞങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.